പേടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതം അതിലെന്ത് സ്വസ്ഥയാണ്, എന്ത് സമാധാനമാണ്, എന്തൊരു റാഹത്തൊന്നുമില്ല. അള്ളാഹു കാക്കട്ടെ. നഊദുബില്ലാ. അള്ളാഹു പറഞ്ഞു സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ്, അവിശ്വസിച്ചവരുടെ കൽബിൽ ഞാൻ റൂഅബിനെ കൊടുക്കുന്നതന്നെ, പേടിയിട്ട് കൊടുക്കുന്നതന്നെ. കാരണം പേടി അള്ളാഹിന്റെ ഒരു വലിയ ആയുധമാണ്, അള്ളാഹിന്റെ വലിയൊരു സൈന്യമാണ്. അതിന്റെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ മനുഷ്യ ജീവിതം പ്രയാസമാണ്. അതാണ് അതിന്റെ വിഷയം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് തേടാൻ പറയാണ്, വഅയ്യു അമ്മിന റൂആതികും, നിങ്ങളുടെ പേടി പോക്കി നിർഭയത്വം കനിയാൻ വേണ്ടിയിട്ട്. എപ്പോ? ഈ സമയം. ഏത് സമയം? അള്ളാഹുവിന്റെ നഫഹത്ത് അല്ലെ, റഹ്മത്തിന്റെ നഫഹത്ത്, അള്ളാഹു കാരുണ്യം അത് അവിടെ നിന്ന് ഭൂമിയിലേക്ക് ഒഴുക്കുമ്പോൾ, പ്രസരിപ്പിക്കുമ്പോൾ, ആ സമയം. അപ്പൊ ആർക്കത് ഏൽക്കുന്നുവോ അവർ മഹാഭാഗ്യവാന്മാരാണ്. ആ മഹാഭാഗ്യത്തിൽ ഈ രണ്ട് കാര്യം നേടിയാൽ, സത്രുൽ ഔറ അതേപോലെ തന്നെ അമ്നു റൂഅ അത് നേടിയിട്ടുണ്ടെങ്കിൽ അയാൾ മഹാഭാഗ്യവാനാണ് എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. ഈ സത്രുൽ ഔറത്തും അതേപോലെ തന്നെ ഈ അമ്നു റൂഅയും ദുആയിൽ പിന്നെ വിഷയീഭവിച്ചത് നമ്മൾ പലയിടത്തും വായിക്കുന്നുണ്ട്. ഇപ്പോ ഖന്തഖ് യുദ്ധത്തിന്റെ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്വാസികളും പേടിയുടെ അങ്ങേ അറ്റത്താ. അതുകൊണ്ടാണ് അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്നുള്ള ഹദീസിൽ പിന്നെ സഹാബികൾ റസൂലുള്ളാഹിനോട് ചോദിക്കാണ്, കിടങ്ങ് യുദ്ധത്തിന്റെ പരിസരത്ത് ചോദിക്കാണ്, യാ റസൂലല്ലാഹ് ഹൽ മിൻ ഷൈഇൻ നഖൂലുഹു വഖദ് ബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, റസൂലെ കൽബുകൾ കഴുത്തിലേക്ക് എത്തിയിരിക്കുന്നു, ഇപ്പൊ ചൊല്ലാൻ വല്ലതും ചൊല്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കണം. ഇപ്പോൾ എന്താ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന അർത്ഥത്തിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മസ്തുർ ഔറാത്തിന വആമിൻ റൂആത്തിന, അല്ലാഹുമ്മസ്തുർ ഔറാത്തിന വആമിൻ റൂആത്തിന, അല്ലാഹുവേ ഞങ്ങളുടെ ഔറത്തിനെ നീ മറക്കണമേ, ഞങ്ങളുടെ റൂഅത്തിനെ പോക്കി നിർഭയത്വം നീ ഞങ്ങൾക്ക് കനിയണമേ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ സഹാബികൾ ദുആ ചെയ്തു. എന്താ ദുആ പറഞ്ഞേ? അല്ലാഹുമ്മസ്തുർ ഔറാത്തിന വആമിൻ റൂആത്തിന. എന്താ ഹദീസിൽ കാണാൻ ഫദറബല്ലാഹു വുജൂഹഹും ബിർരീഹ് വഹസമഹും ബിർരീഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളുടെ മുഖത്തെ കാറ്റിനെ കൊണ്ട് തച്ചു എന്നാണ്. കാറ്റിനെ കൊണ്ട് അല്ലാഹു അവരെ തോൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈ ഹദീസിന്റെ നിവേദനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഫദറബല്ലാഹു വുജൂഹഹും ബിർരീഹ്, കാറ്റുകൊണ്ട് അല്ലാഹു ആ ശത്രുവിന്റെ മുഖത്തെ അടിച്ചു എന്നാണ് ഈ ദുആ അവർ ചെയ്തപ്പോൾ. അല്ലാഹുമ്മസ്തുർ ഔറാത്തിന വആമിൻ, അതിന്റെ ഒരു മഹത്താണ്, ഫലാണ്. നമ്മൾ ഉണ്ടല്ലോ നമ്മുടെ ദീനിൽ നമുക്കൊക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ. നമുക്ക് വേണ്ടിയിട്ട് മനസ്സിൽ വെച്ച് പഠിച്ച് പറഞ്ഞില്ല എങ്കിൽ അല്ലാഹു കാക്കട്ടെ. നഊദുബില്ലാ.